എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡ് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2019-20 ടൈമിലാണ്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. എൻ്റെ കരിയർ എന്ന് പറയുന്നത് ഞാൻ പഠിച്ചതൊക്കെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ക്ലോത്തിങ് ബ്രാൻഡിൽ തന്നെയാണ് മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോയമ്പത്തൂരിൽ ഞാൻ ക്ലോത്തിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനപ്പോൾ അവിടെ ഡിസൈനിങ്ങിലായിരുന്നു. പിന്നെ മാരേജ് കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് എല്ലാം വിട്ടു. പിന്നെ ഞാൻ ബാംഗ്ലൂർ വന്നിട്ടും ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതിൽ തന്നെ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രഗ്നൻസി കുട്ടിയൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ജോലി വിട്ടതും. പിന്നെ കുട്ടിക്ക് കുറച്ചൊരു 2.5-3 വയസ്സായതിനു ശേഷം 2019 എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു കോവിഡ് ടൈമൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ പെട്ടുപോയി. അപ്പോൾ അവിടെ ഇരുന്ന് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാന മാർഗം കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ജാക്കിൻ്റെ ഒരു മിഷൻ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ടൈലറിങ്ങിനെ കുറിച്ച് അത്രയ്ക്ക് അറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാണെങ്കിൽ പോലും എനിക്ക് അത്രയ്ക്ക് ടൈലറിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഞാൻ വർക്ക് ചെയ്തതും കമ്പ്യൂട്ടർ ഡിസൈനിങ് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കോവിഡ് ടൈമിൽ മിഷൻ എടുക്കുന്നതും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ബിസിനസ് എന്താണെന്നോ എവിടെ പോസ്റ്റ് ചെയ്യണമെന്നോ എങ്ങനെ ഓർഡേഴ്സ് വരുമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അറിയാതെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ കുറേ ഇങ്ങനെ ഓരോ കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെയൊക്കെ ഇങ്ങനെ ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹാൻഡ് എംബ്രോയ്ഡറി കുർത്ത എന്നൊക്കെ പറയുന്നത് എവിടെയെങ്കിലും നമുക്ക് ഭയങ്കര ട്രെൻഡിങ്ങും അതേപോലെ ആരും ചെയ്യാത്ത കാര്യമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞ 2019-20 ടൈമിലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു ക്ലോത്ത് കുറച്ച് വാങ്ങിച്ച് അത്ര രൂപ ചിലവാക്കിയൊന്നുമില്ല. കുറച്ച് രൂപയ്ക്ക് കുറച്ച് പ്ലെയിൻ ക്ലോത്ത് മേടിച്ചിട്ട് അതിലൊന്ന് എനിക്ക് അപ്പോൾ എംബ്രോയ്ഡറി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്തിട്ട് ഞാൻ ഇതേപോലെ അടുത്തുള്ളവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലോത്തിൻ്റെ വില എത്രയാണോ അത് ചെയ്യാൻ ഞാൻ 2 ദിവസമൊക്കെ എടുത്തിട്ടുണ്ടാവും ഹാൻഡ് എംബ്രോയ്ഡറി. പക്ഷേ എനിക്ക് എത്ര വില ഇടണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഒരു കുർത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു 550-500 റേഞ്ചിലായിരുന്നു. അതായത് മെറ്റീരിയൽ തന്നെ 250 വരെ വരും. പിന്നെ ഞാൻ സ്റ്റിച്ചിങ്ങിനും എംബ്രോയ്ഡറി ചെയ്യണം എല്ലാത്തിനും കൂടെ ഞാനൊരു 200-250 ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ലാഭവും നഷ്ടമൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ എനിക്ക് വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒത്തിരി ഓർഡർ കിട്ടി. പിന്നെ ഒരു ദിവസം ഇതേപോലെ ഞാൻ ഹെവി ആയിട്ടൊരു എംബ്രോയ്ഡറി ചെയ്ത ഒരു ഡ്രസ്സ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് വഴിയാണ് എനിക്ക് 100 കണക്കിന് എൻക്വയറി വരാൻ തുടങ്ങി ഫേസ്ബുക്ക് വഴി. ഞാൻ ഫേസ്ബുക്കിലാണ് ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റോറിക്ക് പെട്ടെന്ന് പറഞ്ഞാൽ തീരില്ല. ഇതിന് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പറയാം. അപ്പോൾ ഞാൻ എംബ്രോയ്ഡറി ചെയ്ത ഡ്രസ്സിന് ഒരുപാട് എൻക്വയറി വരാൻ തുടങ്ങിയപ്പോഴാണ് ഓക്കെ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓൺലൈനിലും നമുക്ക് കാശ് മേടിച്ച് ഡ്രസ്സ് സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയ വന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും എനിക്ക് ഒരുപാട് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2